മരണം അത് വലിയ വിഷയമാണ്. സത്യത്തിൽ മരണം ഒരു അനുഗ്രഹമല്ലേ മുഅ്മിനേ? മരണം ഒരു അനുഗ്രഹമല്ലേ? ഇത് ഇലാഹായ റബ്ബിൻ്റെ ആദ്യം തന്നെയുള്ള തീരുമാനമാണ്. ഓരോ മനുഷ്യരെയും പടക്കുന്ന സമയത്ത് തന്നെ എപ്പോഴായിരിക്കും അവരുടെ മരണമെന്നും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഓരോ മനുഷ്യനും അല്ലാഹു മരണം വിധിച്ചതാ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലമ്മാ ഖലഖല്ലാഹു ആദമ വദുർരിയത. സഹോദരാ ശ്രദ്ധിക്കണം ഈ പറയുന്നത്. സഹോദരി എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബിയെയും തൻ്റെ സന്താന പരമ്പരയെയും പടച്ചപ്പോൾ ഖാലത്തിൽ മലായിക, മാലാകമാർ ഇലാഹായ റബ്ബിനോട് ചോദിച്ചു, അല്ലാ ഇന്നൽ അർള ലാ തസിഉഹും. അല്ല റബ്ബേ, ഇങ്ങനെയാണെങ്കിൽ ഭൂമി അവർക്ക് വിശാലമാകില്ലല്ലോ. ആദം നബിയെ പടച്ചു, ഹവ്വാ ബീവി, നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മ ഹവ്വാ ബീവി പ്രസവിച്ചു. ഓരോ പ്രസവത്തിലും 2 കുട്ടികളായിരുന്നു. പ്രധാനപ്പെട്ട അഭിപ്രായമനുസരിച്ച് 60 തവണ പ്രസവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. എത്ര 60 തവണ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ വല്യമ്മ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ 120 കുട്ടികളായിരുന്നു. ഓരോ പ്രസവത്തിലും ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും, അങ്ങനെ 120 കുട്ടികൾ. അങ്ങനെ ലോകത്ത് മനുഷ്യർ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതത്തോടുകൂടെ ഇലാഹായ റബ്ബിനോട് മാലാകമാർ ചോദിച്ചു, അല്ലാ ഇങ്ങനെയാണെങ്കിൽ ഇന്നൽ അർള ലാ തസിഉഹും, ഈ മനുഷ്യർക്ക് ഭൂമി വിശാലമാകില്ലല്ലോ അല്ലാ. ഉടനെ ഖാല, ഇലാഹായ റബ്ബിൻ്റെ മറുപടി, ഇന്നി ജാഇലുൻ മൗതാ, അതിന് നാം അവർക്ക് മരണത്തെ കണക്കാക്കിയിട്ടുണ്ട്. ഇവരെല്ലാ കാലവും ലോകം അവസാനിക്കുന്നത് വരെ ഇങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല. അവർക്ക് മരണത്തെ നാം കണക്കാക്കിയിട്ടുണ്ട്. ഉടനെ കാലത്തിൽ മലായിക, മാലാകമാര് പറഞ്ഞു, അല്ലാ മരണത്തെ അവർക്ക് നീ വിധിച്ചാൽ ലാ യുഹന്നിഉ ലഹും മൈശാ, ജീവിതത്തിൽ അവർക്കൊരു സന്തോഷവും ഉണ്ടാകില്ലല്ലോ. എപ്പോഴും മരിക്കാം. എപ്പോൾ മരിക്കുമെന്നോ എവിടെ വെച്ച് മരിക്കുമെന്നോ എങ്ങനെ മരിക്കുമെന്നോ അവർക്കറിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് റബ്ബേ അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക, ഒരു സന്തോഷം ഉണ്ടാവുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വയല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വയല് കഴിയുന്നതിന് മുമ്പ് മരിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അറിയില്ലല്ലോ. നാളെ ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടാകുമോ എനിക്കറിയില്ല. ഇതുതന്നെയല്ലേ നമ്മളിൽ ഓരോരുത്തരുടെയും അവസ്ഥ. അപ്പോൾ പിന്നെ അല്ലാ എപ്പോഴും മരിക്കാൻ സാധ്യതയുണ്ടാകവേ എങ്ങനെയാണ് മരിക്കുക എന്നറിയാത്തൊരവസ്ഥ നിലനിൽക്കവേ എങ്ങനെയാണ് ജീവിതത്തിൽ അവർക്ക് സന്തോഷമുണ്ടാവുക? ഉടനെ അള്ളാഹുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അതിന് മലക്കുകളെ ഇന്നി ജാഇലുന്ന മലാ, അതിന് അവർക്ക് ഞാൻ അത്യാഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടത് വർത്താനാണ്. ഞാൻ അവർക്ക് ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഇട്ട് കൊടുക്കും. ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ അവരങ്ങനെ പായും. ആ പാച്ചിലിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നും അവർക്കുണ്ടാവില്ല. ദുനിയാവിൻ്റെ ഭാവി എങ്ങനെ ബാസുരമാക്കാം, അതെങ്ങനെ കരുപിടിപ്പിക്കാം, ഇവിടെ എങ്ങനെ സന്തോഷിക്കാം, ഈ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളുമായി അങ്ങനെ കറങ്ങി നടക്കുമവർ. ആ ആഗ്രഹം അവർക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയെ അതിജയിക്കുന്ന രൂപത്തിലായിരിക്കും. അള്ളാഹുവേ, അത് തന്നെയല്ലേ സത്യം, അതന്നല്ലേ ഹക്ക്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും അറിയില്ലല്ലോ അടുത്ത മണിക്കൂറിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കുമെന്ന്. അടുത്ത നിസ്കാരം മഗ്രിബാൻ. ആ മഗ്രിബ് നിസ്കരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണിവിടെ ഹയാത്തോടുകൂടെ ഉണ്ടാവുക നമുക്കറിയില്ലല്ലോ.
ഇന്നു തന്നെ മരണപ്പെട്ട പലർക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എപ്പോഴാണ് നമ്മുടെ മരണം അള്ളാഹു നമുക്ക് കണക്കാക്കിയത് നമുക്കറിയില്ല. എപ്പോഴാണെങ്കിലും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കും. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാകുമുത്തകാസുർ, തകാസുർ നിങ്ങളെ ജോലിയിലാക്കിയിരിക്കുന്നു. ദുനിയാവ് അധികരിച്ച് കിട്ടണമെന്ന, ദുനിയാവ് വർദ്ധിച്ച് കിട്ടണമെന്ന ആഗ്രഹമുണ്ടല്ലോ. ആഗ്രഹം നിങ്ങളെ ജോലിയാക്കി നിങ്ങളാ ദുനിയാവിൻ്റെ പിന്നാലെ പായുകയാണ്. പാഞ്ഞ് പാഞ്ഞ് ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ ഈ പാച്ചിലുണ്ടാവും. ദുനിയാവിൻ്റെ ചിന്തകളുമായി കഴിഞ്ഞുകൂടും. ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച് നമ്മളെ മയ്യത്തുമായിട്ട് പോയി ആ ഖബറിൽ നമ്മളെ മയ്യത്ത് വെക്കുന്നൊരു അവസരമല്ലേ, നമ്മുടെ മരണമല്ലേ. ആ മരണം വരെ തീർച്ചയായും ഈ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളുമായി ഓടി നടക്കുമെന്ന് അള്ളാഹു അതിൻ്റെയിൽ ആഖിറത്തിൻ്റെ കാര്യം ചിന്തിക്കാനും പരലോകം സന്തോഷത്തിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനേ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഹദ്ദാദിലെല്ലാ ദിക്റുകളും 3 തവണയാണ്, ഈ ദിക്റോ 7 തവണയാണ്. എന്തേ ഇതങ്ങനെയാണ്? മരണത്തിൻ്റെ കാര്യത്തിൽ റാഹത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ മരണാനന്തര ജീവിതം കഴിഞ്ഞു, കട്ടപ്പുകയാണ്. ഖബർ നന്നാവണോ, മഹ്ശർ റാഹത്താവണോ, പരലോകം സന്തോഷത്തിലാവണോ, ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, മരണം റാഹത്തിലാവണം. അത് കിട്ടാതെ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കും വരരുതേ. പടച്ചോനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് അതിപ്രധാനപ്പെട്ട ചില ദിക്റുകൾ കൂട്ടമായി നമ്മൾ ചൊല്ലും. അത് ചൊല്ലിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് തേടാനുള്ളത് ഈമാനോടുകൂടെയുള്ള മരണത്തിന് വേണ്ടിയാണ്. കാരണം ഈ ഒരു പ്രതിഭാസത്തിൽ നിന്ന് ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. അൽമൗതു ബാബു വകുല്ലുന്നാസി ദാഖിലുഹു യാ ലൈത ശിഅരിയ ബഅദൽ ബാബി മദ്ദാറു ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യദ്ദാറു ദാറു നഈമിൻ അമിൽതു ബിമാ യർളൽ ഇലാഹു വ ഇൻ ഖാലഫ്തു ഫന്നാറു മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മരണമെന്ന് ഒരു കവാടമുണ്ട്. കുല്ലുന്നാസി ദാഖിലുഹു, എല്ലാവരും അതിലൂടെ കയറി ചെല്ലേണ്ടവർ തന്നെയാണ്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സഹോദരാ സഹോദരി, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, അവർ മരണവേദന സഹിച്ച് കിടക്കുകയാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. എങ്ങനെയെങ്കിലും അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിനക്ക് കഴിയുമോ? എത്ര വില കൊടുത്താലും ആ മരണത്തിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? കോടികൾ കൊടുക്കാൻ തയ്യാറായി, എന്നാൽ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ? നമ്മൾ ആലോചിക്കണം. ആർക്ക് കഴിയും? വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല മനുഷ്യരെ, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖും
وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. നമുക്കൊക്കെ പരിചയമുള്ള, തീർച്ചയായും നമ്മളൊക്കെ പരിചയപ്പെടേണ്ട സൂറത്തുൽ വാഖിയയിലൂടെ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിന് പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം, അല്ല മനുഷ്യരെ, കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖും, അല്ല നിങ്ങൾ ആലോചിക്ക് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സന്ദർഭത്തെക്കുറിച്ച്. നിന്റെ ബാപ്പയുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തി, നിന്റെ ഉമ്മയുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തി. ഡോക്ടർ നിന്നോടുറപ്പ് പറഞ്ഞു, ഇതാ തീരാൻ പോവുകയാണ്, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ, ഇതാ അവസാന നിമിഷത്തിലാണ്. ബാപ്പം മരണവേദന കൊണ്ട് പുളയുകയാണ്, ഉമ്മ മരണവേദന കൊണ്ട് പുളയുകയാണ്, പ്രിയപ്പെട്ട പൊന്നുമോൾ മരണവേദന കൊണ്ട് പുളയുകയാണ്, നിന്റെ ഭർത്താവതാ മരണവേദന അനുഭവിക്കുകയാണ്, ഭാര്യ മരണവേദന കൊണ്ട് പ്രയാസപ്പെടുകയാ. വഅൻതും ഹീനൈദിൻ തൻളുറൂൻ, നിങ്ങൾ ആ സമയത്ത് ഇതിങ്ങനെ നോക്കി നിൽക്കുന്നു. നിങ്ങളിതിങ്ങനെ നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് 100% ഉറപ്പാണ് പാപ്പ അനുഭവിക്കുന്നത്, ഉമ്മ അനുഭവിക്കുന്നത്, ഭാര്യ അനുഭവിക്കുന്നത്, ഭർത്താവ് അനുഭവിക്കുന്നത്, മക്കൾ അനുഭവിക്കുന്നത് മരണവേദനയാണ്. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ആ മരണം അനുഭവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ അടുത്ത് നാമുണ്ട്, നിങ്ങളെക്കാൾ അടുത്ത് നാമുണ്ട്. ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ എനിക്ക് വിധേയരല്ലെങ്കിൽ, സ്വന്തമായി കഴിവും പ്രാപ്തിയുമുള്ളവരാണെങ്കിൽ, തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ, ആ റൂഹിനെ ആ ശരീരത്തിൽ തന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങൾക്ക് കഴിയുമോ മനുഷ്യരെ? കഴിയുമോ? നിങ്ങൾക്ക് കഴിയില്ല, കഴിയില്ല, കഴിയില്ല. കോടാനകോടി സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും, എത്ര തന്നെ കൊടുക്കാൻ തയ്യാറാണെങ്കിലും, ആ ശരീരത്തിൽ റൂഹിനെ പിടിച്ചു വെക്കാൻ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും കഴിയൂല, ചുറ്റുഭാഗത്തുമുള്ളവർക്കും കഴിയൂല. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അല്ലെങ്കിലും എന്താണ് ഈ റൂഹ്, എന്താണ് ഈ ജീവൻ, ഇത് എവിടുന്ന വരുന്നത്, ഇതെങ്ങട്ടാ പോണേ, എന്താണ് ഇതിൻ്റെ അവസ്ഥ, ആർക്ക് പറയാൻ കഴിയും? എത്രയെത്ര മരണങ്ങളാണ് റബ്ബേ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന മരണങ്ങൾ. ഇന്നെനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ നാത്തൂൻ്റെ ആങ്ങളയുടെ മകൻ, എൻ്റെ ആങ്ങളയുടെ മകൻ പെരുന്നാളിൻ്റെ പിറ്റേന്ന് 18 വയസ്സുള്ള മകൻ, ആങ്ങളയുടെ മകൻ കോറിയിൽ വീണ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, മരണപ്പെട്ടിരിക്കുന്നു. 18 വയസ്സാണ്. ദുആ ചെയ്യണമെന്ന് ഇന്ന് വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ, കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ഇങ്ങനെ ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കും. അതുകൊണ്ട് ഒരാൾക്കും ഈ റൂഹിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന സത്യം ഇത് നമുക്കൊക്കെ അറിയാം. ഇതൊരു പുതിയ വയലല്ല, ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനനുസരിച്ച് എപ്പോഴും ഇത് സംഭവിക്കാമെന്ന ചിന്തയിൽ ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്, അതാണ് വിഷയം. അപ്പോൾ നമ്മളുടെ ഈ മജ്ലിസ് ആ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ മജ്ലിസാണ്. ഖൈറായ പാരത്രിക ലോകം, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറുള്ളതുമായ ആഖിറത്തിൽ ഒരു പരാജയം നമുക്ക് വരരുത്. അതിന് നമ്മുടെ മരണം നന്നാവണം. മരണം നന്നാവണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, അത് ജീവിതം നന്നാക്കലാണ്. ജീവിതം നന്നാക്കാതെ മരണം നന്നാവില്ല കേട്ടോ. അതുകൊണ്ട് ജീവിതം നന്നാക്കാൻ ഓരോ ദിവസവും എന്ത് നമ്മൾ ചെയ്യണം, ഏത് സമയത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, അതാണ് വിശ്വാസിയുടെ ദിനരാത്രങ്ങളെന്ന ഈ പ്രമേയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ബിസ്മി കൊണ്ട് ഭക്ഷണം കഴിക്കണം. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അള്ളാഹ് വരും ക്ലാസ്സുകളിൽ അതൊക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ഓരോരുത്തരും, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ ഓരോരുത്തരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഇൻഷാ അള്ളാഹ് നല്ല ഒരു നാളെ, അതായത് മരണാനന്തര ജീവിതം, അത് സന്തോഷമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ പരലോക രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഈ മെസ്സേജ് നമ്മൾ എത്തിച്ചു കൊടുത്താൽ, ഈ നന്മയിൽ അവരെ പങ്കാളികളാക്കിയാൽ, ഈ വിശ്വാസിയുടെ ദിനരാത്രങ്ങളെന്ന ഈ സ്നേഹ കുടുംബത്തിൽ അവർ കൂടി പങ്കാളികളായി കിട്ടിയാൽ അൽഹംദുലില്ലാ അവർക്കും ഹൈറാണ്, നമുക്കും നമ്മൾ കാരണക്കാരായി ഒരു വെളിച്ചം അവർക്ക് കിട്ടിയാൽ അതിൻ്റെ ഹൈറ് നമുക്കും കിട്ടും, അതും ഹൈറായി ഭവിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല മരണത്തിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളുണ്ട്. 6 ദുസ്വഭാവങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾക്ക് ഈമാനോടുകൂടെ മരണപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 ദുസ്വഭാവങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് ഒരാൾ അടിമപ്പെട്ടു പോയാൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയാതെ വരും. ചില നന്മകളൊക്കെ അവരിലുണ്ടെങ്കിൽ കൂടി ഈ ദുസ്വഭാവത്തിൽ അടിമപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇൻഷാ അള്ളാഹ് അത് വരുന്ന ക്ലാസ്സുകളിലായി നമ്മൾ പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ.